വളരെ വിശദമായി തന്നെ വാദം കേട്ടു. ഇപ്പോൾ അതിൽ കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല എന്നുള്ളതാണ് അതിൽ കോടതിയുടെ തീരുമാനം. റിമാൻഡിൽ കഴിയും ബോബി ചെമ്മണ്ണൂർ എന്നുള്ളതാണ്. നേരത്തെ വിശദമായ വാദം കേൾക്കുമ്പോൾ അതിൽ പലതരത്തിൽ വാദമുഖങ്ങൾ നമ്മൾ കേട്ടതാണ്. പ്രതിഭാഗം പറയുന്നത് ഒരു തരത്തിലും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല, അതെല്ലാം വരുന്ന വ്യാഖ്യാനങ്ങൾ മാത്രമാണ് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാദം. താൻ ഏത് ഘട്ടത്തിലും വിളിച്ചാൽ വരാൻ തയ്യാറാണ് എന്നുള്ളതടക്കം. എന്നാൽ ഇപ്പോൾ കോടതി തീരുമാനം, ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല. അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. ഈ ഹണി റോസ് നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യാൻ തീരുമാനമായിരിക്കുന്നു. അതായത് ബോബി ചെമ്മണ്ണൂർ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന പ്രോസിക്യൂഷന്റെ വാദം പ്രാഥമികമായി തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു. ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഈ കേസിൽ റിമാൻഡിലായിരിക്കുന്നു. ബോബി ജയിലിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിരിക്കും ഇത്തരത്തിലൊരു സംഭവത്തിൽ വ്യവസായ പ്രമുഖൻ ജയിലിലേക്ക് പോകുന്നത്. പല വാദങ്ങളും പ്രതിഭാഗം ഉന്നയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് ബോബിക്ക് വേണ്ടി പ്രമുഖരായ വക്കീലുകൾ അടക്കം എത്തിയിട്ട് പോലും ബോബിയെ ഈ അഴിയിൽ നിന്ന് രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർണായകമായ നീക്കം പോലീസ് നടത്തി. അതായത് കൃത്യമായ ഫ്രെയിമിംഗ്, റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഫ്രെയിം ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് നടത്തി. അതിന്റെ എല്ലാം ഫലമാണ് ഈ പ്രോസിക്യൂഷൻ നടപടി. ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വസ്ഥം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ റിമാൻഡ് എന്ന നടപടിക്ക് ശേഷം ദേഹാസ്വസ്ഥം ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.